കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2 ശമൂവേലിൻ്റെ പുസ്തകം 16-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: പക്ഷേ യഹോവ എൻ്റെ സങ്കടം നോക്കി ഇന്നത്തെ ഇവൻ്റെ ശാപത്തിന് പകരം എനിക്ക് അനുഗ്രഹം നൽകും എന്ന് ദാവീദ് രാജാവ് പറയുകയാണ്. പ്രിയ ദൈവമക്കളെ, അനുഗ്രഹം തരുന്ന ദൈവം ശാപത്തിന് പകരം ഒരു മനുഷ്യനെ നോക്കിയിടുന്ന ശാപത്തിന് പകരം അനുഗ്രഹം കൊടുക്കുന്ന ദൈവം. ഇന്ന് മനുഷ്യൻ തങ്ങളിലിടുന്ന ശാപത്തിനെ ഓർത്ത് ഭയപ്പെടുന്നവരുണ്ട്. എന്തെങ്കിലും വാതുറന്ന് പറഞ്ഞാൽ നടന്നു പോകും എന്ന് വിചാരിച്ച്. പക്ഷേ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദാവീദ് രാജാവ് പറയുകയാണ്, ഇന്ന് ഇവൻ എനിക്ക് നേരെ ഇട്ട ശാപത്തിന് പകരം ദൈവം എനിക്ക് അനുഗ്രഹം തരുമെന്ന്. ആരാണ് ശാപമിട്ടെന്ന് നോക്കുമ്പോൾ നാം ഈ 2 ശമൂവേലിൻ്റെ പുസ്തകം 16-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം തൊട്ട് വായിക്കുമ്പോൾ 14 വരെ വായിക്കുമ്പോൾ അവിടെ കാണാം ശാപത്തിൻ്റെ കാരണം എന്തെന്ന്. അപ്പോൾ അവിടെ ദാവീദ് രാജാവിൻ്റെ മകനായ അബ്സലോം ഒരു ദിവസം ഈ രാജഭാരം തനിക്ക് എടുക്കണമെന്ന് കുറേ പടയാളികളെയും കൂട്ടി വന്നു. അപ്പോൾ ഇത് അറിഞ്ഞും കൊണ്ട് തന്നെ കൊന്നുകളയുമെന്ന് വിചാരിച്ച് ദാവീദ് രാജാവിൻ്റെ കുറേ ഭടന്മാരും കൂടെ ചേർന്ന് കാൽനടയായി അവിടെ വിട്ട് ഓടിപ്പോയി എന്ന് വചനം പറയുന്നു. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് സൗൽ രാജാവിൻ്റെ ഒരു കുടുംബത്തിൽപ്പെട്ട ഒരു ശിമേയി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഈ ദാവീദിനെ കണ്ടിട്ട് ദൈവം ഇവന് കൊടുത്ത കൂലിയാണെന്ന് പറഞ്ഞ് ഇവനെ ശപിക്കുകയും കല്ലെറിയുകയും കൂടെ വന്ന ആൾക്കാരെ കല്ലെറിയുകയും ചെയ്യുകയാണ്. അപ്പോൾ ദാവീദിൻ്റെ ഒരു ഭടൻ ചോദിച്ചു, എൻ്റെ ദൈവം ഇയാളെ ഞങ്ങൾ കൊന്നുകളയട്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ദാവീദ് പറയുകയാണ്, ഇവനെ ഇന്ന് ശപിക്കാനായിട്ട് എൻ്റെ ദൈവം ഏൽപ്പിച്ചിരിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അവനെ കൊല്ലണം? അവൻ പറയട്ടെ എന്ന് പറയുന്നു. പറഞ്ഞിട്ട് അവൻ അടുത്ത് പറയുകയാണ് ഈ 12-ാമത്തെ വാക്യത്തിൽ, പക്ഷേ ഇന്ന് ഇവനിടുന്ന ഈ ശാപം ദൈവം എനിക്ക് അനുഗ്രഹമാക്കി തരും എന്ന് പറയുന്നു. അടുത്ത് വീണ്ടും 13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇതും പറഞ്ഞിട്ട് അവർ മുമ്പോട്ട് വീണ്ടും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ശിമേയി വീണ്ടും തന്നെ കല്ലുകൾ വാരിയെറിയുകയും ദുഷിക്കുകയും അപമാനം പറയുകയും ശപിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. പ്രിയ ദൈവമക്കളെ, നാം എത്ര തന്നെ മിണ്ടാതിരുന്നാലും നാം പോകുമ്പോൾ നമ്മുടെ പുറകേന്ന് വിരട്ടി നമ്മെ ശപിക്കുകയും നമുക്ക് വേണ്ടി ശാപവാക്കുകളെറിയും നമ്മെ കല്ലെടുത്തെറിയും വാക്കുകൾ കൊണ്ടും അല്ല ആയുധങ്ങൾ കൊണ്ടും നമ്മെ ഉപദ്രവിക്കുകയും ചെയ്യുന്നവർ ഇന്ന് ഒരുപാട് സമൂഹത്തിലുണ്ട്. പ്രിയ ദൈവ പൈതലെ, നീ ഒരു നല്ല മനുഷ്യനാണെങ്കിൽ അല്ലെങ്കിൽ ഒരു നല്ല മനുഷ്യയാണെങ്കിൽ നിന്നെ മനസ്സാക്ഷിക്ക് അവർക്ക് വിരോധമായി ഒന്നും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ളിടത്തോളം കാലം ഒരു ശാപത്തിനെയും കുറിച്ച് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ അവർ ഇടുന്ന ശാപം അനുഗ്രഹമായി മാറ്റുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചിട്ടുണ്ട്. ആ മരിച്ച് അതോടെ പോയില്ല, മരിച്ച് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നു. പ്രിയ ദൈവവൈതലെ, നമുക്ക് വേണ്ടി ശാപമായി തീർന്ന യേശുക്രിസ്തുവിൻ്റെ ആ ഒരു ശാപത്തിൻ്റെ ആ ഒരു ക്രൂശിൻ്റെ ആ ഒരു നിലയെ നാം ഓർക്കുമ്പോൾ ദൈവം നമുക്ക് എതിരായി വരുന്ന ഒരു ശാപങ്ങളെ ഈ ദാവീദ് പറഞ്ഞതുപോലെ അനുഗ്രഹമായി മാറ്റും. അതിനുവേണ്ടി നാം എങ്ങനെയെങ്കിലും നാം ജീവിച്ചാൽ അങ്ങനെ മാറത്തില്ല. ദൈവവചനവും ദൈവകൽപ്പനകൾക്കനുസരിച്ച് ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് കാരണമില്ലാത്ത ശാപങ്ങൾ അനുഗ്രഹമായി മാറ്റിക്കൊടുക്കുവാൻ യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്ന് മറന്നു കളയണ്ട. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, ആരോ വിട്ട ശാപം കർത്താവേ, അതാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് ഇനി അത് വന്ന് ഭവിക്കുമോ എന്ന് പല വിധങ്ങളിൽ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തി അല്ലെങ്കിൽ ഈ കുടുംബത്തെ അപ്പൻ്റെ കരങ്ങൾ തരുന്നു കർത്താവേ. അപ്പോൾ ഇവിടെ പറയുകയാണ് കർത്താവേ, കാരണമില്ലാത്ത ശാപം ദൈവമേ ഫലിക്കയില്ല എന്ന് പറയുന്ന കർത്താവേ, ശാപങ്ങളെ അനുഗ്രഹമായി മാറ്റുന്ന ഒരു കർത്താവായ ദൈവം നമുക്കുണ്ട് എന്ന് നാം വിശ്വസിപ്പാൻ തക്കവണ്ണം ഇവർക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. നാം ശാപമായി തീരാതിരിപ്പാൻ അങ്ങൊരിക്കൽ നമുക്ക് വേണ്ടി ക്രൂശിൽ ശാപമായി തീർന്നല്ലോ അപ്പാ. അത് വിശ്വസിക്കുമ്പോൾ അതിന് മുഖാന്തരം നമുക്ക് വിടുതലുണ്ടാകുമെന്നും അങ്ങയുടെ വചനം പഠിപ്പിച്ചിരിക്കുമ്പോൾ കർത്താവെ, ശാപം കൊണ്ട് കലങ്ങി
പോയിരിക്കുന്ന, ശാപം കൊണ്ട് വിഷമിച്ച് കർത്താവെ എന്തായി തീരുമോ എന്ന് അങ്കലായ്പോടിരിക്കുന്ന ഈ വ്യക്തി ജീവിതങ്ങൾ അപ്പൻ്റെ കരങ്ങൾ തരുന്നു. ഇവരുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെ വന്നുപോയി എല്ലാ ശാപക്കേടുകളെയും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ സമയം ശാസിച്ച് ജയമെടുക്കുന്നു. ഇവർ കർത്താവ് വിടുതലോട് ജീവിപ്പാൻ എൻ്റെ കർത്താവ് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ രാജ്യത്തിൽ വന്ന് ചേരുവോളം കരം പിടിച്ച് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.